കട്ടപ്പന സഹകരണ ആശുപത്രിയുടെ അനധികൃത കെട്ടിട നിർമ്മാണം നിയമവിധേയമാക്കി നൽകിയ നഗരസഭാ മുൻ സെക്രട്ടറി ജയകുമാറിന്റെ നടപടി തെറ്റാണെന്ന് ഹൈക്കോടതി. ആശുപത്രി കെട്ടിടം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ പട്ടയം വ്യാജമാണെന്ന് കണ്ടെത്തി പട്ടയം റദ്ദു ചെയ്ത കളക്ടറുടെ നടപടി കോടതി ശരിവെച്ചു. സംഭവത്തിൽ നിയമവിരുദ്ധ നിലപാട് സ്വീകരിച്ച സെക്രട്ടറിക്കെതിരെ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ആവശ്യപ്പെട്ടു. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന സഹകരണ ആശുപത്രിയുടെ കെട്ടിടമാണ് അനധികൃതമായി പണിതിരിക്കുന്നത്. സ്ഥലത്തിന്റെയും കെട്ടിടത്തിന്റെയും ഉടമ ലൂക്ക ജോസഫാണ് നിയമവ്യവസ്ഥകൾ ലംഘിച്ച് കെട്ടിടം പണിതുയർത്തിയത്. നിയമാനുസൃതമായി 3 നിലകൾ മാത്രമാണ് നഗരസഭയിൽ നിന്ന് അനുമതി നൽകിയിരുന്നത്. എന്നാൽ കെട്ടിടം 4 നിലയായി ഉയർത്തി. നഗരസഭാ കൗൺസിലോ ടൗൺ പ്ലാനറോ അറിയാതെ സെക്രട്ടറിയുടെ രഹസ്യ അനുമതിയോടെയാണ് നിർമ്മാണം നടത്തിയതെന്നാണ് ആരോപണം. ഇതിനെതിരെ നഗരസഭ രംഗത്ത് വരികയും 2019 മുനിസിപ്പാലിറ്റി ഏകകണ്ഠമായി സെക്രട്ടറിയുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ സർക്കാരിന് പരാതി നൽകിയിരുന്നു. ഇതിനു മുമ്പ് സ്ഥലമുടമ ലൂക്ക തണ്ടപ്പേര് മാറി കരമടച്ചതോടെ സ്വകാര്യ വ്യക്തി കളക്ടർക്കും മേൽ അധികാരികൾക്കും പരാതി നൽകിയിരുന്നു. തുടർന്ന് കളക്ടർ പട്ടയം റദ്ദു ചെയ്ത നടപടി സ്വീകരിച്ചു. ഇതിനെതിരെ സ്ഥലമുടമ ലൂക്കായും ഭാര്യയും ഹൈക്കോടതിയിൽ കേസ് നൽകി. ഈ കേസിലാണ് കളക്ടറുടെ നടപടി ശരിവെച്ചുകൊണ്ട് കോടതി വിധിച്ചത്. ഒപ്പം അനധികൃത നിർമ്മാണം നിയമവിധേയമാക്കി നൽകിയ നഗരസഭാ സെക്രട്ടറിയുടെ നിയമവിരുദ്ധ നടപടി ശരിയല്ല എന്നും ഹൈക്കോടതി വിധിച്ചു. നിയമവിരുദ്ധ നിലപാട് സ്വീകരിച്ച സെക്രട്ടറിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ആവശ്യപ്പെട്ടു. ഈ സാഹചര്യത്തിൽ അന്ന് നിയമവിരുദ്ധമായ നടപടികൾ എടുത്ത സെക്രട്ടറി ജയകുമാറിനെതിരെ ഗവൺമെന്റ് നടപടി സ്വീകരിക്കാൻ തയ്യാറാവും. 2019 സെക്രട്ടറിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് കട്ടപ്പന മുനിസിപ്പൽ കൗൺസിൽ ഏകകണ്ഠമായ തീരുമാനമെടുത്ത് ഗവൺമെന്റിൽ കൊടുത്തിട്ട് 5 വർഷക്കാലമായിട്ടും ഈ നിയമവിരുദ്ധ നടപടികൾ സ്വീകരിച്ച സെക്രട്ടറിക്കെതിരെ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല. മുനിസിപ്പാലിറ്റി എടുത്ത നിലപാട് ശരിയാണ് എന്ന് ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. എന്തായാലും അയാൾ ജയകുമാർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തു എങ്കിൽ പോലും അയാൾക്കെതിരെ ഈ നിയമവിരുദ്ധ നടപടി എടുത്തതിന് നടപടിയെടുക്കുവാൻ ഗവൺമെന്റ് തയ്യാറാവും. സെക്രട്ടറിയുടെ ഇത്തരത്തിലെ വിവിധ നിയമവിരുദ്ധ നടപടികൾക്കെതിരെ നഗരസഭാംഗങ്ങൾ ശബ്ദമുയർത്തിയതിന് അനാവശ്യ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മുനിസിപ്പാലിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസ് കൊടുത്ത വ്യക്തിയാണ് മുൻ സെക്രട്ടറി. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പരാതികളിൽ നിന്നും ഇയാൾ രക്ഷപ്പെടുകയാണെന്നും ജോയി വെട്ടിക്കുഴി പറഞ്ഞു. അതോടൊപ്പം വ്യാജപട്ടയമുണ്ടാക്കി സ്ഥലങ്ങൾ വിൽക്കുന്ന ഒരു ലോബി തന്നെ ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും സർക്കാരും ഇവരെ സംരക്ഷിക്കുകയാണെന്നും ജോയി വെട്ടിക്കുഴി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.